Hello, good afternoon. Now we are discussing purple hibiscus, themes, settings, symbols, etc. We have already discussed the plot summary. You know that chapter 1 plot summary. Here, just a synopsis. That is, the text is about the life of the HAK family. Okay. നമ്മൾ പറഞ്ഞു ഇതൊരു HAK ഫാമിലിയുടെ ലൈഫ് സ്റ്റോറിയാണ് അല്ലേ. അതിൽ എന്താണ് ഫാദർ, മദർ, 2 ചിൽഡ്രൻ. ആ 2 ചിൽഡ്രനിൽ ഒരു ബോയ് ആൻഡ് ഗേൾ ആണ് വരുന്നത്. അവരാരൊക്കെയാണ്? യൂജീനെ, മാമ ബീട്രേസ്, കാംബ്ലി ആൻഡ് ജാജ. അവരെന്ന് പറഞ്ഞാൽ ഇവർ ദ സ്ട്രോങ് കത്തോലിക്സ് ആണ്. പിന്നെയോ യൂജിനെ ആൻഡ് ഓണ്ടിഫോമ ആർ ദ സിബ്ലിങ്സ് ആണ് അല്ലേ. അവർ സിബ്ലിങ്സ് ആണെന്ന് പറഞ്ഞു. യൂജിനെയും ഓണ്ടിഫോമയും. പിന്നെയോ യുജിനെ എന്ന് പറയുന്നത് ക്രിസ്ത്യൻ ബിലീഫ്സിൽ സ്ട്രിക്റ്റായി ബിലീവ് ചെയ്യുന്ന ആളാണെന്നും അദ്ദേഹം എന്താണ് എൽഡർ സൺ ഓഫ് ഹിസ് ഫാദർ ആണെന്നും, പക്ഷേ അദ്ദേഹം എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിൻ്റെ ഫാദറിനെ ഒരു ഹീത്തനായിട്ട് കൺസിഡർ ചെയ്യാണ് അദ്ദേഹത്തിൻ്റെ ട്രഡീഷണൽ ബിലീഫ് കൊണ്ട്. അദ്ദേഹത്തിൻ്റെ സിസ്റ്റർ എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സിറ്റി ലെക്ചറാണെന്നും, ബട്ട് അവൾ എന്ത് ചെയ്യുന്നുണ്ട്, അവളും കത്തോലിക്സ് ആണെങ്കിൽ പോലും അവൾ തൻ്റെ ഫാദറിനെ എന്ത് ചെയ്യുന്നുണ്ട്, ലവ് ചെയ്യുന്നു, ഗിവ് ഹിം ദ ഡ്യൂ റെസ്പെക്റ്റ് അല്ലേ ഫാദറിന്. അപ്പോൾ ഇവർ രണ്ടുപേരുമുള്ളൊരു ഡിഫറൻസ് നമ്മൾ ഇതിൽ കാണുന്നുണ്ട്. പിന്നെയോ അങ്ങനെ പിന്നെ അവർ തമ്മിൽ കാണുന്നതും ഈ ഒരു ഇഫോമയുടെ വീട്ടിലേക്ക് ആര് പോകുന്നതും മക്കൾ പോകുന്നതും ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതാണ് സ്റ്റോറി. നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇഫോമയുടെ വീട്ടിലെത്തുമ്പോൾ നമ്മുടെ കാംപ്ലിക്കും ജാജയ്ക്കും ഉണ്ടാകുന്ന മാറ്റങ്ങളും അല്ലേ, അത് അവരെന്ത് ചെയ്യാൻ അച്ഛൻ്റെ ആ ഒരു സ്ട്രിക്റ്റ് ബിലീഫ്സിനെയും അല്ലേ റൂളിനെയൊക്കെ അവർ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങിയതും, അങ്ങനെ അവസാനം മാമ അതായത് ഭാര്യ തന്നെ ആരെ പാപ്പയെ എന്ത് ചെയ്യുന്നത്, പോയിസൺ ചെയ്ത് കൊല്ലുന്നതും ഒക്കെയാണ്. അങ്ങനെ എന്ത് ചെയ്യുന്നു, ആ ഒരു ക്രൈം ആരേറ്റെടുക്കുന്നു, ജാജ എന്ന് പറയുന്ന മകൻ ഏറ്റെടുക്കുകയും അവൻ പ്രിസണിലാവുകയും ഒക്കെ ചെയ്യുന്നൊരു സ്റ്റോറിയാണ്. അവസാനം അവൻ പ്രിസണിൽ ഇറങ്ങി വരുന്നതും. അപ്പോൾ ഈ സ്റ്റോറി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഈ ഇവൻസൊക്കെ നടക്കുന്നത് എങ്ങനെയാണ്, ഒരു കാംബ്ലി എന്ന് പറയുന്ന 15 years ഓൾഡ് ആയിട്ടുള്ള ഈ ഗേളിൻ്റെ ഒരു നെറേറ്റീവ് മോഡിലാണ് അല്ലേ. ആൻഡ് എല്ലാം ഫ്ലാഷ് ബാക്ക് മെത്തേഡിൽ എന്ത് ചെയ്യുന്നു, ചാപ്റ്റേഴ്സ് പാസ്റ്റിലാണ് നമ്മൾ കാണുന്നത്, അവളുടെ മെമ്മറീസാണ്. ആൻഡ് ടുവേർഡ്സ് ദ എൻഡ് അല്ലേ, ദ ലാസ്റ്റ് ചാപ്റ്റർ അല്ലേ, അതാണ് എന്ത് ചെയ്യുന്നത്, ഡിഫറെൻറ്റ് സൈലൻസ് സബ് ടൈറ്റിൽ ദ പ്രസൻറ്റ് എന്ന് പറയുന്ന ടൈറ്റിലോട് കൂടി പ്രസൻറ്റ് കണ്ടീഷൻ പറയുന്നു. ബാക്കിയൊക്കെ പാസ്റ്റിലാണ് ഉള്ളത്. ഓക്കെ. പിന്നെ പർപ്പിൾ ഹിബിസ്കസിൻ്റെ പ്രത്യേകത ശരിക്കും ചാപ്റ്റേഴ്സോ സെക്ഷനായിട്ടല്ല ഡിവൈഡ് ചെയ്തത്, അതിനൊരുപാട് സബ് ഹെഡിങ്സ് കൊടുക്കുന്നുണ്ട് ഓരോ ചാപ്റ്ററിനും. അതായത് ചാപ്റ്റർ 1 ചാപ്റ്റർ 2 എന്നതിന് പകരം ഓരോ ചാപ്റ്ററിനും അവരെന്ത് ചെയ്യുന്നുണ്ട്, എന്ത് കൊടുക്കുന്നുണ്ട്, ഓരോ സബ് ടൈറ്റിൽസ് കൊടുക്കുന്നുണ്ട്. അദ്ദേഹം തുടങ്ങുന്നത് തന്നെ ഒരു പാം സൺഡേയിലാണ് അല്ലേ. ആ ഒരു പാം സൺഡേ എന്ന് പറയുന്ന ആ ഒരു സൺഡേയിലാണ് തുടങ്ങുന്നതും എൻഡ് ചെയ്യുന്നതും. അതായത് ആ ഒരു ചാപ്റ്റർ എൻഡ് ചെയ്യുന്നതും ഒരു സർക്കിൾ, അതായത് പാം സൺഡേയോട് കൂടിയാണ് ചാപ്റ്റർ എൻഡ് ചെയ്യുന്നത്. പാം സൺഡേയിൽ തുടങ്ങി നെക്സ്റ്റ് പാം സൺഡേയിൽ എൻഡ് ചെയ്യുന്ന ഒരു സ്റ്റോറിയാണ് നമ്മുടെ പർപ്പിൾ ഹിബിസ്കസ് എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോറി. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇത് ഡീറ്റെയിൽ സമ്മറിയാണ്. ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഒരുപാട് ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് വായിക്കുക. നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് ക്യാരക്ടറൈസേഷനാണ് അല്ലേ. ക്യാരക്ടറൈസേഷൻ എന്ന് പറയുമ്പോൾ അത് ഫസ്റ്റ് വണ്ണാണ് കാംബ്ലി HAK. കാംബ്ലി HAK എന്നാണ് നമ്മളൊക്കെ പറഞ്ഞതാണ്, എൽഡസ്റ്റ് ഡോട്ടർ ആണെന്നും. ആൻഡ് ഹെർ നെയിം ഈസ് ക്രിസ്ത്യൻ ആസ് റൂത്ത് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങളൊന്ന് ഓർമ്മിക്കുക. അതായത് മേ ബി അവളുടെ ആ ഒരു ക്രിസ്ത്യൻ നെയിമായിട്ട് റൂത്ത് എന്ന് പറയുന്ന പേര് കാംബ്ലി എന്നാക്കി എന്നുള്ളൊരർത്ഥം കൃത്യമായിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല. അവൾ HAK ഫാമിലിയുടെ എൽഡസ്റ്റ് ഡോട്ടർ ആണെന്ന് പറഞ്ഞു, നെറേറ്റർ ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ, 15 years ഓൾഡ് ആണെന്ന് പറഞ്ഞു. പിന്നെയോ നെറേറ്റീവ് എൻഡ് ചെയ്യുമ്പോൾ ഷി ബിക്കം 18 എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെയോ റിസർവ്ഡ് ആണ് ബട്ട് എഫിഷ്യൻറ്റ് ഒബ്സർവർ ആണെന്ന് പറഞ്ഞു. പിന്നെ ഇത് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ്. പിന്നെ അമേക്ക എന്ന് പറയുന്ന ഓണ്ടിഫോമയുടെ മകളുമായിട്ടുള്ള അസോസിയേഷനോട് കൂടി അവൾ എന്ത് ചെയ്യുന്നു, അവരുടെ ആ അമേക്ക എന്ന് പറയുന്ന ഇഫോമയുടെ മകളും പിന്നെ ഓണ്ടിഫോമയും ഫാദർ അമേഡിയും അവളിൽ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നുണ്ട് അല്ലേ. അവളുടെ ആ റിസർവ്ഡ് ലൈഫ് മാറിക്കൊണ്ട് അവൾ എന്ത് ചെയ്യുന്നു, ഷി ബിക്കം അവെയർ ദാറ്റ് ഷി ക്യാൻ ലാഫ് ആൻഡ് ലിവ് എ ഹാപ്പി ലൈഫ് അല്ലേ. അവൾ മനസ്സിലാക്കുകയാണ് എനിക്ക് സന്തോഷമുള്ളൊരു ജീവിതമുണ്ട്, ചിരിക്കാൻ അറിയാം എന്നൊക്കെയുള്ള കഴിവിനെക്കുറിച്ച് അവൾ അറിയുന്നത് ഇവരുടെ
ഇവരോടൊപ്പം ജീവിച്ചപ്പോഴാണ് അല്ലേ. പിന്നെയോ ഷീസ് എ റൗണ്ട് ക്യാരക്ടർ എന്നും കൂടി പറയുന്നുണ്ട്. അടുത്ത യൂജിനിയ അച്ചേക്കാണ്. ഈസ് എഫെക്ഷനേറ്റ്ലി കോൾഡ് പാപ്പ ബൈ ഹിസ് ചിൽഡ്രൻ അല്ലേ. ടൈറ്റിൽഡ് ഒമിലോറ അല്ലേ. അതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഒമിലോറ എന്ന് പറഞ്ഞാൽ വൺ ഡസ് ഫോർ ദ കമ്മ്യൂണിറ്റിയാണ് അല്ലേ. ബൈ ഹിസ് ടൗൺസ്മാൻ, തൻ്റെ നാട്ടുകാർ അദ്ദേഹത്തെ വിളിച്ചത് ഒമിലോറ എന്നാണ്. മറ്റുള്ളവർക്ക് വേണ്ടി സെർവ് ചെയ്യുന്ന ഒരാൾ എന്ന അർത്ഥത്തിലാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഡോട്ടറാണ് നമ്മുടെ നെറേച്ചർ അല്ലേ. അവൾ വിളിച്ചത് തൻ്റെ അച്ഛനെ, അതായത് കാംബ്ലി വിളിച്ചത് തൻ്റെ അച്ഛനെ ലൈക്ക്ഡ് ഓർഡറാണ് അല്ലേ. അദ്ദേഹം ഇഷ്ടപ്പെടുന്നു, ഓർഡർ ഇഷ്ടപ്പെടുന്ന ആളാണെന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഒരു വെൽ പ്ലാൻഡ് ലൈഫ് എന്ത് ചെയ്യും, ഇറ്റ് വിൽ ലീഡ് ടു സക്സസ് എന്ന് അദ്ദേഹം വിശ്വസിച്ചു. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാതെ ഹി ഡസ് നോട്ട് സ്പെയർ എനി ഓഫ് ഹിസ് ചിൽഡ്രൻ ടു സ്പെൻഡ് ദ ടൈം ആണ്, ഓർ സ്പോയിൽ ദ ടൈം അല്ലേ. സമയം വെറുതെ സ്പെൻഡ് ചെയ്യാനൊന്നും ആരെയും അനുവദിച്ചിരുന്നില്ല. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഓരോ സമയവും വളരെ വിലപ്പെട്ടതായിരുന്നു. പിന്നെയോ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ഹി പ്രിപ്പയർഡ് ദ മൈന്യൂട്ട് ഷെഡ്യൂൾ ഫോർ ദം അല്ലേ. ഒരുപാട് ചെറിയ ചെറിയ ഷെഡ്യൂളുകൾ തൻ്റെ മക്കൾക്ക് വേണ്ടി അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ എന്തുകൊണ്ടാണ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്ലാൻഡ് ലൈഫിലുള്ള അദ്ദേഹത്തിൻ്റെ വിശ്വാസമാണ്. അദ്ദേഹം ആരുടെ മകനാണ്, പാപ്പാ നുണുക്കു എന്ന് പറയുന്ന ഒരാളുടെ മകനാണെന്നും അദ്ദേഹം യങ് ആയിരുന്ന സമയത്ത് ഒരു ഗാർഡനറായിട്ട് ഒരു പാരിഷ് of the revered sisters while they in turn had him educated. അദ്ദേഹം ഒരു ഗാർഡനറായിട്ട് ഒരു പാരിഷ് ഒരു സിസ്റ്റേഴ്സിൻ്റെ വീട്ടിൽ വർക്ക് ചെയ്തിരുന്നെന്നും അതിൻ്റെ പകരമായിട്ട് ഈ ഹാഡ് ഗോട്ട് എഡ്യൂക്കേഷൻ. അദ്ദേഹം യങ് മാനായ സമയത്ത്. ഓക്കെ, ആസ് എ മാൻ ഹീ ഈസ് എ ഹാർഡ് വർക്കിംഗ് ബിസിനസ് മാൻ ആൻഡ് വൺ ഹൂ ഓൺ സെവറൽ ബിസിനസ് ഇൻക്ലൂഡിങ് പ്രിൻറ്റിംഗ് പ്രസ് ആൻഡ് ഫാക്ടറി. ഇപ്പോൾ അദ്ദേഹം അറ്റ് പ്രസൻറ്റ് അദ്ദേഹം എങ്ങനെയുള്ള ആളാണ്, വളരെ റിനോഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് മാൻ ആണെന്നും അദ്ദേഹത്തിന് ഒരുപാട് ഫാക്ടറീസ് ഉണ്ട്, പ്രിൻറ്റിംഗ് പ്രസ് ഉണ്ട്, ഇതൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഹി ലവ്സ് ഹിസ് ഫാമിലി സോ ഡിയർലി ദാറ്റ് ഹി പ്രൊവൈഡ് ഫോർ ദെയർ ടോട്ടൽ വെൽ ബീയിങ്. സത്യത്തിൽ അദ്ദേഹം തൻ്റെ ഫാമിലി അത്രയും ഇഷ്ടപ്പെട്ടിരുന്നു, അവരുടെ എല്ലാ വെൽബീയിങ്ങിന് വേണ്ടിയും അദ്ദേഹം വർക്ക് ചെയ്യുന്നുണ്ട്. ഹി ടേക്സ് home sample of his product for testing by his family first before they are taken to the market. തൻ്റെ ഫാക്ടറിയിൽ ഉണ്ടാക്കുന്ന എല്ലാ പ്രൊഡക്ട്സും ഒരു സാമ്പിൾ അദ്ദേഹം ആദ്യം വീട്ടിൽ കൊണ്ടുവന്നത് ഒരു ടെസ്റ്റ് ഡോസ് ആയിക്കൊണ്ട് മക്കൾക്ക് കൊടുക്കാറുണ്ട്. എന്തിനു മുമ്പ്, ബിഫോർ ഇറ്റ് ടേക്കൺ ടു മാർക്കറ്റാണ് അല്ലേ. പിന്നെയോ അദ്ദേഹം വെരി സ്ട്രിക്റ്റ് ആണെങ്കിൽ പോലും ഹി ക്യാൻ കൺസിഡർ ബി എ ലവിങ് ഹസ്ബൻഡ് അല്ലേ, ഹു വിൽ സ്റ്റാൻഡ് ബൈ ഹിസ് വൈഫ് അഗെയിൻസ്റ്റ് ഓൾ ഓഡ്സ് ആണ്. തൻ്റെ ഭാര്യയോടൊപ്പം എപ്പോഴും നിൽക്കുന്ന ഒരാളാണ്, ഇവൻ തോ ഹിസ് എ സ്ട്രിക്റ്റ് ഹസ്ബൻഡാണ് അല്ലേ. പിന്നെ നമുക്കതിൽ പറയാനുള്ള യൂജിനെ വാണ്ട്സ് ബെസ്റ്റ് ഓഫ് ദ ചിൽഡ്രൻ ആണ് അല്ലേ. എപ്പോഴും തൻ്റെ മക്കളുടെ ബെസ്റ്റാണ് അദ്ദേഹം ആഗ്രഹിച്ചതെന്നും ഹി എൻകറേജ് ദം ടു സ്റ്റഡി ഹാർഡ് അറ്റ് സ്കൂളാണ്. വൺസ് കാംബ്ലി പ്ലേസ് ദ സെക്കൻഡ് ഇൻ എ സ്കൂൾ ഹി ഫോളോസ് ഹെർ ഓൾ ദ വേ ടു ഹെർ സ്കൂൾ ആൻഡ് വൺസ് ദ എക്സോർട്ട് ഹെർ ടു ബി ദ ബെസ്റ്റ് ഇൻ ക്ലാസ്. ഒരു പ്രാവശ്യം അവൾ സെക്കൻഡ് പ്ലേസിലെത്തിയപ്പോൾ അവളെ വല്ലാതെ എൻകറേജ് ചെയ്യുന്നുണ്ട്, എന്താകാൻ വേണ്ടി, ഫസ്റ്റ് ആകാൻ വേണ്ടി അല്ലേ. വെൻ ജാജ പ്ലേസ് ഫസ്റ്റ് ഇൻ ഹിസ് എക്സാം ഹി ഗീവ്സ് ഹിം എ ഹഗ് ആൻഡ് പാറ്റ് ഹിസ് ഷോൾഡർ ഫോർ ദ ജോബ് വെൽ ഡൺ അല്ലേ. ജാജ ഫസ്റ്റ് റാങ്കിലെത്തിയപ്പോൾ അവൻ എന്ത് ചെയ്യുന്നുണ്ട്, ഹഗ് ചെയ്യുകയും അവനെ പ്രൈസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെയോ ഹി ഡിസ്ക്രൈബ്ഡ് ആസ് എൻ ഒബ്ലേറ്റ്. These are the religious people who strictly adhere to the tenets of the faith. അദ്ദേഹത്തിൻ്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു അല്ലേ. ആൻഡ് കാംബ്ലി റെഫേഴ്സ് ടു ഹിം ആസ് വൺ ഹു ഈസ് ഡിഫറെൻ്റ് ആണ്. അവനെ വിളിച്ചത് കാംബ്ലി തന്നെ ഒരു ഡിഫറെൻ്റ് പേഴ്സൺ എന്നാണ് അല്ലേ. ഹി ഈസ് ഡിഫറെൻ്റ് നോട്ട് ബിക്കോസ് ഹി സ്ട്രിക്ട്ലി അഡ്ഹേഴ്സ് ടു ദ ടെനൻസ് ഓഫ് ദ ഫെയ്ത്ത് ബട്ട് ബിക്കോസ് ഓഫ് ദ മാനർ ഇൻ വിച്ച് ഹി ട്രീറ്റ്സ് ദ വെരി പീപ്പിൾ ഹി ക്ലെയിംസ് ടു ലവ് ആണ്. അദ്ദേഹം വെറും സ്ട്രിക്റ്റ് ആയതുകൊണ്ടല്ല ഡിഫറെൻ്റ് എന്ന് പറയുന്നത്, അദ്ദേഹം താൻ സ്നേഹിക്കുന്നവരെ ട്രീറ്റ് ചെയ്ത വേ എങ്ങനെയായിരുന്നു, വളരെ ഡിഫറെൻ്റ് ആയിരുന്നു അല്ലേ. വെൻ കാംബ്ലി ആൻഡ് ജാജ റിട്ടേൺ ഫ്രം സുക്ക ഹി റിവീൽസ് ദ സോഴ്സ് ഓഫ് ഹിസ് വീക്ക്നെസ്. ഹി റിലേറ്റ്സ് ദാറ്റ് ഹി സിൻഡ് വിത്ത് ഹിസ് ബോഡി ആൻഡ് റെവറൻഡ് ഫാദർ ഹി സ്റ്റേഡ് വിത്ത് ഡിപ്ഡ് ഹിസ് ഹാൻഡ് ഇൻ ടു ബോയിലിംഗ് വാട്ടർ. അപ്പോൾ അവർ വന്ന സമയത്ത് അവൻ പറയുന്നുണ്ട്, ഞാൻ കുട്ടിക്കാലത്ത് ഇങ്ങനെ സിൻ ചെയ്തപ്പോൾ ഞാൻ താമസിച്ചിരുന്ന എൻ്റെ ആ ഒരു എന്താ പറയുക ചേർച്ചിലുള്ള ഫാദർ എൻ്റെ കൈ എന്ത് ചെയ്തിട്ടുണ്ട്, ബോയിലിംഗ് വാട്ടറിൽ മുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എന്താണ്, എൻ്റെ എല്ലാ സിന്നും അതിലൂടെ ഇല്ലാതായിട്ടുണ്ട് എന്നൊക്കെ അദ്ദേഹം വിശ്വസിച്ചിരുന്നു. അതുപോലെ തൻ്റെ മക്കളെയും എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹം അതുപോലത്തെ പണിഷ്മെൻ്റൊക്കെ കൊടുക്കുന്നുണ്ട് അല്ലേ. പിന്നെ അദ്ദേഹം എന്ത് ചെയ്യുന്നില്ല, റെഫ്യൂസ് ടു ക്യാച്ച് ഫോർ ഹിസ് ഏജ്ഡ് ഫാദർ ആൻഡ് റെഫർ ടു ഹിം ആസ് എ ഹീത്തൻ. തൻ്റെ അച്ഛനെ അദ്ദേഹം എന്ത് ചെയ്യുന്നില്ല, കെയർ ചെയ്യുന്നില്ല, അദ്ദേഹത്തെ വിളിച്ചത് ഹീത്തൻ എന്നായിരുന്നു. ആൻഡ് പിന്നെന്താണ്, അദ്ദേഹം ഒരുപാട് ഡിസ്റെസ്പെക്റ്റ് ആരോട് കാണിച്ചിരുന്നു, തൻ്റെ അച്ഛനോട് കാണിച്ചിരുന്നു. പിന്നെ
he stopped talking to his only sister Ifoma because of the maltreatment of their aged father. പിന്നെ തൻ്റെ അച്ഛനെ നോക്കിയതിന് തൻ്റെ ഒരേ ഒരു സിസ്റ്ററായ ഇഫോമയോടും ആരും മിണ്ടാതാകുന്നുണ്ട്, നമ്മുടെ പാപ്പ മിണ്ടാതാകുന്നുണ്ട്. പിന്നെയോ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, തൻ്റെ പ്രഗ്നൻ്റായ വൈഫിനെ എന്ത് ചെയ്യുന്നുണ്ട്, ബീറ്റ് ചെയ്യുന്നുണ്ട്. എന്തിന്, ഫോർ നോട്ട് എൻറ്ററിങ് ദ മിഷൻ ഹൗസ് ബിക്കോസ് ഓഫ് ദ നോയ്സ്. അവർക്കൊരു വല്ലാത്തൊരു എന്താ പറയുക വൊമിറ്റിംഗ് ടെൻഡൻസി വന്നപ്പോൾ ഭാര്യ അവിടെ കയറാത്തതുകൊണ്ട്. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് കാണിക്കുന്നത്. ഒരു ഡിഫറെൻ്റ്, എന്തുകൊണ്ട് അദ്ദേഹം ഡിഫറെൻ്റ് ആയി എന്നുള്ളത് ഇതിനൊരു ഇൻസിഡൻ്റാണ്. അദ്ദേഹം ലവ് ചെയ്തവരെ അദ്ദേഹം ട്രീറ്റ് ചെയ്ത വേ എന്ന് പറഞ്ഞാൽ ടോട്ടലി ഡിഫറെൻ്റ് ആയിരുന്നു അല്ലേ. അങ്ങനെ ഒരുപാട് ഇതുണ്ട്. പിന്നെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ഹിസ് ബെൽറ്റ് ടു ബീറ്റ് അപ്പ് ഹിസ് ഫാമിലി ബിക്കോസ് ഡ്യൂറിങ് കാംബ്ലീസ് മെൻസ്ട്രൽ സൈക്കിൾ ഹെർ മദർ ഇൻസ്ട്രക്ട് ടു ടേക്ക് ദ ലൈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് സോ ഷീ ക്യാൻ ടേക്ക് ദ പെനഡോൾ ടു പ്രിവെൻറ്റ് ഹെർ മെൻസ്ട്രൽ ക്രാംസ് ആണ്. പിന്നെ പറയുന്നുണ്ട് തൻ്റെ കാംബ്ലിയെ അദ്ദേഹം ബെൽറ്റ് കൊണ്ടടിക്കുന്നുണ്ട് അല്ലേ. എന്തുകൊണ്ടാണ്, പ്രയറിന് മുന്നേ മെൻസ്ട്രൽ സമയത്ത് അമ്മ അവൾക്ക് ഭക്ഷണം കൊടുത്തതിൽ അവൾ എന്ത് ചെയ്യുന്നുണ്ട് പണിഷ് ചെയ്യുന്നുണ്ട്. പിന്നെയോ ഹീ കട്ട് ഓഫ് ദ 4 finger ഓഫ് ഹിസ് ഓൺലി സൺ ബിക്കോസ് അറ്റ് ദ ഏജ് 10 ഹി മിസ്സസ് സം ഫ്യൂ ലൈൻസ് ഇൻ ദ കത്തീസിയം ക്ലാസ് ആണ്. അതായത് ആ ഒരു ചേർച്ച് ക്ലാസ്സിൽ വെച്ച് അവന് ചില ലൈൻസുകൾ മറന്നു പോയത് കൊണ്ട് അവൻ്റെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഫിംഗറിൻ്റെ മുൻഭാഗം കട്ട് ചെയ്ത് കളയുന്നുണ്ട്. എങ്ങനെ, ഡോർ അടച്ചുകൊണ്ട് അല്ലേ. അതൊക്കെ കാണുമ്പോൾ പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, വെൻ ഹി ഫൗണ്ട് ഔട്ട് ദാറ്റ് ഹിസ് ചിൽഡ്രൻ ഹാവ് സ്റ്റേഡ് ഇൻ ദ സെയിം ഹൗസ് വിത്ത് ഹിസ് ഓൺ ഫാദർ അറ്റ് സുക്ക ഹി പോസ് ദ ബോയിലിംഗ് വാട്ടർ ഓൺ ദെയർ സോ ദാറ്റ് ഇറ്റ് വിൽ പ്രിവെൻറ്റ് ദം ഫ്രം വാക്കിംഗ് ഇൻ ടു ദ സിൻ ആണ്. അദ്ദേഹം അത്രയും സ്ട്രിക്റ്റ് ആണെന്നുള്ളതിന് അനദർ ഇൻസിഡൻ്റ് ആണ്. അദ്ദേഹം തൻ്റെ മക്കൾ തൻ്റെ അച്ഛൻ്റെ ഒപ്പം താമസിച്ചു എന്നറിഞ്ഞപ്പോൾ എന്ത് ചെയ്യാണ്, ഒരു ബോയിലിംഗ് വാട്ടർ അവരുടെ കാലിലേക്ക് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണിക്കുന്നത് അദ്ദേഹത്തിൻ്റെ എന്താണ്, സ്ട്രിക്റ്റ്നെസ് ആണ്. പിന്നെ മാമ ബീട്രൈസ് എന്ന് പറയുന്ന ക്യാരക്ടറാണ്. ഷീസ് ഡൗൺ ടു എർത്ത് വുമൺ അല്ലേ. അവൾ അത്രയും ഡൗൺ ടു എർത്ത് വുമൺ ആയിട്ടാണ് ഇവിടെ പിക്ചറൈസ് ചെയ്തത്. വൺ വി ആർ ടോൾ ഹു ഡസ് നോട്ട് ടോക്ക് ടു മച്ച് ഓർ ഡസ് നോട്ട് ജസ്റ്റ് ആസ് ബേർഡ് ഈറ്റ്സ് എ സ്മോൾ എമൗണ്ട്സ് ആണ്. അദ്ദേഹം അവരെന്ത് ചെയ്യില്ല, ഡസ് നോട്ട് ടോക്ക് ടു മച്ച് അല്ലേ. എന്തുപോലെ, ഡസ് സോ ജസ്റ്റ് ആസ് ബേർഡ്സ് ഈറ്റ്സ് ഇൻ സ്മോൾ എമൗണ്ട്. ഒരു പക്ഷി എത്രമാത്രം കുറച്ചാണോ ഭക്ഷണം കഴിക്കുന്നത് അതുപോലെ അത്രമാത്രം കുറച്ച് മാത്രമേ ആരും സംസാരിക്കാറുള്ളൂ. ബാമ ബീട്രേ ഷീ ഈസ് വെരി ജനറസ് ടുവേർഡ്സ് ഓൾ കം ടു ഹെർ ലൈഫാണ്. എല്ലാവരോടും വളരെ കൈൻഡ് ആയിരുന്നു. ഷീ ടേക്സ് ടൈം ടു കുക്ക് ഫോർ ദ മെമ്പേഴ്സ് ഓഫ് ദ ഗ്രൂപ്പ് ഇൻ ദ ചേർച്ച് ആണ്. അവളുടെ ഒരു ലേഡി ഗ്രൂപ്പ് ഉണ്ട് അല്ലേ, മിറാക്കുലസ് മെഡൽ പ്രെയർ ഗ്രൂപ്പ്. അവർക്ക് വേണ്ടി ഭക്ഷണങ്ങളൊക്കെ വളരെ എന്തൂസിയാസ്റ്റിക്കലി അവൾ എന്ത് ചെയ്യാറുണ്ട്, ഉണ്ടാക്കാറുണ്ടെന്നും. ഷീ ലവ്സ് ഹെർ ചിൽഡ്രൻ സോ മച്ച് ആൻഡ് ഡസ് എവറിത്തിങ് പോസിബിൾ വിത്തിൻ ഹെർ പവർ ടു മേക്ക് ദം ഫീൽ സേഫ് ആൻഡ് ഹാപ്പി. തൻ്റെ മക്കൾക്ക് വേണ്ടി അവളെല്ലാം ചെയ്യാറുണ്ട്, അവരെന്താക്കാൻ വേണ്ടി, സേഫ് ആക്കാൻ വേണ്ടി, ഹാപ്പി ആക്കാൻ വേണ്ടി അല്ലേ. And Campbell states Mama did not mind. There was much that she did not mind. The statement attests the fact that Mama is more than prepared to do everything possible to make her family, especially her children, happy. അതായത് അമ്മയെ സംബന്ധിച്ചിടത്തോളം ബാക്കി ഒന്നും ബോധേഡല്ല. അവർക്ക് ഏറ്റവും കൂടുതൽ തൻ്റെ ഫാമിലി ഹാപ്പി ആകുക, എസ്പെഷ്യലി തൻ്റെ മക്കൾ ഹാപ്പി ആകാൻ വേണ്ടിയായിരുന്നു അവളെപ്പോഴും ശ്രദ്ധിക്കാറ്. ടു സ്ട്രെങ്തൻ ദ ബോണ്ട് ബിറ്റ്വീൻ മദർ ആൻഡ് ഡോട്ടർ ആസ് എ മദർഹുഡ് ഡിക്റ്റേറ്റ്, Mama betrays take the initiative to confide in her daughter. This is to win the confidence to her daughter so they can be best friend, not just mother and daughter. She tells her of the member of the miscarriage she has had. അതായത് തൻ്റെ മകളുമായിട്ട് അവർ ഒരു മകൾ അമ്മ എന്നുള്ള ബന്ധത്തിലും അപ്പുറം അല്ലെ നല്ലൊരു ഫ്രണ്ടാകാൻ വേണ്ടി അല്ലെ നല്ലൊരു ബന്ധം അവർ കീപ്പ് ചെയ്തു. തൻ്റെ പ്രോബ്ലംസും തൻ്റെ സഫറിങ്സും തൻ്റെ മിസ്കാരേജിനെ കുറിച്ചൊക്കെ തൻ്റെ മകളോട് അവൾ എന്ത് ചെയ്യാറുണ്ട്, ഷെയർ ചെയ്യാറുണ്ടായിരുന്നു. ഇതൊക്കെ കാണിക്കുന്നത് അവരുടെ ആ ഒരു മദർലി അഫെക്ഷനാണ് അല്ലേ. പിന്നെയോ ഷീ പോയ്സൺ ഹെർ ഹസ്ബൻഡ് ഇൻ ദ എൻഡ് ഈസ് വെരി സർപ്രൈസിങ് അല്ലേ. വളരെ സർപ്രൈസിങ് ആയിക്കൊണ്ടാണ് അവൾ തൻ്റെ ഹസ്ബൻഡിനെ പോയ്സൺ ചെയ്യുന്നത്. ബിക്കോസ് ഇൻ ഹെർ കൺവെർസേഷൻ വിത്ത് ഓൺ ഡിഫോമ ഷീ കൺസിഡേർഡ് ഓൾ ഓഫ് ഡിഫോമാസ് തോട്ട്സ് ഓൺ ഫീമെയിൽ ലിബറേഷൻ ടു ബി യുവർ യൂണിവേഴ്സിറ്റി ടോക്ക്. ഇൻ അതർ വേർഡ്സ് ആർ സോ വേഗ് ആൻഡ് ബേസ്ലെസ് ആൻഡ് ഡസ് നോട്ട് കണ്ടെയ്ൻ എനി ടാങ്കിളബിൾ മീനിങ്സ് അല്ല. അതായത് അവൾ പറയുന്നത് ഇഫോമ തൻ്റെ ഫെമിനിസ്റ്റ് ആറ്റിറ്റ്യൂഡൊക്കെ പറയുമ്പോൾ അവളോട് പറയാറുണ്ട് ഒക്കെ നിൻ്റെ യൂണിവേഴ്സിറ്റി ടോക്കാണ്, അത് നിൻ്റെ യൂണിവേഴ്സിറ്റി ലെക്ചർ എന്നുള്ള ഇൻഫ്ലുവൻസ് കൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അവളുടെ കാഴ്ചപ്പാടിൽ മാരേജ് എന്ന് പറഞ്ഞാൽ മേക്സ് എ ലോട്ട് ഓഫ് ഡിഫറൻസ് ഇൻ എ വുമൻസ് ലൈഫാണ്. ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതാണ് മാരേജ്. ഇൻ അഡീഷൻ വെൻ ഷീ വിസിറ്റ് ഇഫോമാസ് അറ്റ് ഹെർ യൂണിവേഴ്സിറ്റി
യൂണിവേഴ്സിറ്റി അപ്പാർട്ട്മെൻറ്റ്. ഷീ റെസിസ്റ്റ് ഓൾ അറ്റംപ്റ്റ് ബൈ ഇഫോമ ടു മേക്ക് ഹെർ സ്റ്റേ വൈൽ. അവളവിടെ നിർബന്ധിച്ച് ഇഫോമ അവളെ അവിടെ നിൽപ്പിക്കുമ്പോഴും അവൾ എന്ത് ചെയ്യുന്നില്ല, അവിടെ താമസിക്കാതെ വീട്ടിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. All this indication of the woman who will want to stay in her marriage and save it no matter how precarious it will be, hoping that someday it will get better and there were other ways she could save herself and her children from Eugene's maltreatment. അങ്ങനെ അവൾ കൺസിഡർ ചെയ്ത അവൾ എന്ത് ചെയ്യുന്നു, തൻ്റെ ഭർത്താവിൻ്റെ മാൽട്രീറ്റ്മെൻറ്റ് തന്നെയും മക്കളെയും രക്ഷിക്കാൻ വേണ്ടിയാണ് അവൾ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ പോയിസൺ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇത്രയുമാണ് അവരുടെ ക്യാരക്ടർ എന്ന് പറയുന്നത്. പിന്നെ ചുക്വൂക്ക അച്ചേക്കെ, അതായത് ജാജയുടെ പേരാണ് ചുക്വൂക്ക അച്ചേക്കെ. അവനെ വിളിച്ചത് എന്താണ്, ജാജ എന്നാണ്. എൽഡസ്റ്റ് സണ്ണാണെന്ന് പറഞ്ഞു. അച്ചേക്കെ ഫാമിലിയിലുള്ള. ഓൺ ഡിഫോമ കമ്പയർസ് ഹിം ടു ജാജ ഓഫ് ഒഫോബോ എന്ന് പറയുന്ന ഒരു കിങ്ങുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. പിന്നെയോ he was later imprisoned and exiled ആണ്. Jaja grows up to exhibit those same qualities ആണ്. He is an intelligent and bold young man ആണെന്ന് പറഞ്ഞു. പിന്നെയോ to prevent his father from maltreating his sister when they overstayed their 15 minutes visit to their grandfather, he takes the blame. അവന് തൻ്റെ സിസ്റ്ററെ രക്ഷിക്കാൻ വേണ്ടി ഗ്രാൻഡ് ഫാദറിനെ വിസിറ്റ് ചെയ്തതിൻ്റെ ബ്ലെയിം ആരെ ഏറ്റെടുക്കുന്നുണ്ട്, അവൻ ഏറ്റെടുക്കുന്നുണ്ട്. ഫൈനലി പാപ്പ നൂനുക്കോ പിക്ചർ ഈസ് ഫൗണ്ട് ഓൺ ക്യാംബ്ലി, ഹി ടേക്സ് ദ ഓണർഷിപ്പ്. അതുപോലെ ക്യാംബ്ലിയുടെ കയ്യിൽ പാപ്പ നൂനുക്കോയുടെ പിക്ചർ കണ്ടപ്പോഴും ആ ഒരു പണിഷ്മെൻറ്റും അവൻ ഏറ്റെടുക്കുകയാണ് അല്ലേ. എന്നിട്ടോ പിന്നെ when they return from Sukha, he demands the key to his room from his father and later talks back at him on the issues of the communion. അവൻ എന്ത് ചെയ്യുന്നുണ്ട്, സുക്കയിൽ നിന്ന് വന്നപ്പോൾ അവനൊരു മാറ്റം വരികയാണ്. അവന് സെൽഫായിട്ട് അവൻ്റെ റൂമിൻ്റെ കീക്ക് ആവശ്യപ്പെടുന്നുണ്ട്. പിന്നെ അവന് കമ്മ്യൂണിയനിൽ പോകാത്തതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് അല്ലേ. പിന്നെ അവസാനം ഹിസ് മദർ പോയ്സൺ ചെയ്തപ്പോൾ ഹി ടേക്സ് ദ ബ്ലെയിം ആൻഡ് ഇംപ്രിസൻഡ് അല്ലേ. ഹി ഡസ് നോട്ട് മൈൻഡ് ബീങ് സെൻഡ് ടു പ്രിസൺ ലൈക്ക് ഹിസ് മെൻറ്റർ ജാജ ഓഫോബോ. ആൻഡ് ഇൻഡീഡ് അനദർ സൈഡ് ഓഫ് ദ ആർഗ്യുമെൻറ്റ് ഈസ് ദാറ്റ് ഗോയിങ് ടു സുക്ക ആൻഡ് ഹിസ് അസോസിയേഷൻ വിത്ത് ഒബിയോറ ആൻഡ് ഹിബിസ്കസ് പ്ലാൻ ഇൻ ഓൺ ഡിഫോമാസ് ഗാർഡൻ ഇൻക്രീസ് ഹിസ് കോൺഫിഡൻറ്റ്. സത്യത്തിൽ അവൻ്റെ കോൺഫിഡൻറ്റ് വർദ്ധിപ്പിക്കുന്നത് എങ്ങനെയാണ്, അവൻ സുക്കയിൽ ജീവിച്ചതും അവന് ഒബിയോറ എന്ന് പറയുന്ന ഓൺ ഡിഫോമയുടെ മകനുമായിട്ടുള്ള അവൻ്റെ അസോസിയേഷനും അവൻ്റെ ഹിബിസ്കസ് പ്ലാന്റ്സുമായിട്ടുള്ള അവൻ്റെ ബന്ധവുമാണ് അവനെ കൂടുതൽ എന്ത് ചെയ്തത്, കോൺഫിഡൻ്റ് ആക്കിയത് എന്നാണ് വിശ്വസിക്കുന്നത്. ഓക്കെ, അടുത്തത് ഓൺ ഇഫോമയാണ്. ഓൺ ഇഫോമ ഡോട്ടർ ഓഫ് പാപ്പ നുണുക്കു ആൻഡ് സിസ്റ്റർ യൂജിനെ, യൂണിവേഴ്സിറ്റി ലെക്ചറാണ്, ഔട്ട് സ്പോക്കൺ പേഴ്സൺ ആണ്, ഒരു വിഡോ ആണ്, മദർ ഓഫ് 3 അമേക്ക, ഒബിയോറോ ആൻഡ് ചിമ അല്ലേ. ആൻഡ് ഷീ ലവ്സ് ഹെർ ഫാദർ വെരി ഡിയർലി ആൻഡ് സ്ട്രോങ്ലി ആൻഡ് ഡിസഗ്രീസ് വിത്ത് ഹെർ ബ്രദർ. തൻ്റെ അച്ഛനെ അദ്ദേഹത്തിൻ്റെ ട്രഡീഷണൽ ബിലീഫ്സ് ആണെങ്കിൽ പോലും അദ്ദേഹത്തെ വളരെ നന്നായി സിൻസിയറായി ലവ് ചെയ്തു. തൻ്റെ ബ്രദറിനെ ഡിസഗ്രി ചെയ്തു. പിന്നെയോ യുജിനയുടെ മാൽ ട്രീറ്റ്മെൻറ്റ് അല്ലേ, യുജിനെ അറ്റ് ഹിസ് മാൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് ദെയർ ഫാദർ, തൻ്റെ അച്ഛനെ മാൽ ട്രീറ്റ് ചെയ്യുന്നതിനെ സ്ട്രോങ്ലി ഡിസഗ്രി ചെയ്തു. പിന്നെ അതുമാത്രമല്ല അവളൊരു റിസോഴ്സ്ഫുൾ ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരുന്നു എന്നും ഷീ ഡിറ്റർമിനേഷൻ ബ്രിങ്ങിങ് അപ്പ് ഹെർ ചിൽഡ്രൻ വിത്തൗട്ട് എ ഹസ്ബൻഡ്. അവൾ തൻ്റെ ഭർത്താവില്ലാതെ 3 മക്കളെയും അവൾ എന്ത് ചെയ്തിട്ടുണ്ട്, വളർത്തിയിട്ടുണ്ട് അല്ലേ. പിന്നെയോ ഷീസ് കൺസിഡേർഡ് ദ നിക്നെയിം ഷീ ഗിവ്സ് ജാജ ആൻഡ് ഹൗ ജാജ ടേൺസ് ഔട്ട് ടു ലൈഫ്, വൺ ക്യാൻ സേ ദാറ്റ് ഷീ ഈസ് ദ ഷ്രീവുഡ് വുമൺ. അതായത് ഈ ജാജ എന്ന് പറയുന്ന നെയിം അവളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഇറ്റ്സ് ലൈക്ക് എ ജാജ ഓഫ് ഒഫോബോ ആണ് അല്ലേ. അതായത് ബ്രിട്ടീഷ് കൺട്രോളിനെ ട്രേഡിൽ റെഫ്യൂസ് ചെയ്ത് വളരെ ധീരനായ രാജാവായിരുന്നു. അപ്പോൾ അതുമായിട്ട് അവൾ തൻ്റെ ജാജയെ കമ്പയർ ചെയ്യുന്നുണ്ട്, അങ്ങനെ ഒരു നിക് നെയിം കൊടുത്തത് കൊണ്ട്. അപ്പോൾ അതൊക്കെ കാണിക്കുന്നത് അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു വുമൺ ആയിരുന്നു എന്ന് പറയുന്നുണ്ട് അല്ലേ. ആൻഡ് ഹെർ ഡിസിപ്ലിൻ ഓഫ് ഒബിയോറ ഷോസ് ദാറ്റ് ഷീ ഈസ് എ ഡിസിപ്ലിൻഡ് വുമൻ. തൻ്റെ മകനെ അവൾ എന്ത് ചെയ്യുന്നുണ്ട്, എപ്പോഴും ഡിസിപ്ലിൻ ആക്കാൻ നോക്കാനുണ്ട്. അതായത് ഒരു എക്സാമ്പിൾ തന്നെ തൻ്റെ എന്താ പറയുക, ഒപ്പം വർക്ക് ചെയ്യുന്ന ഒരു ടീച്ചറുമായി സംസാരിക്കുമ്പോൾ അവൻ എന്ത് ചെയ്യുന്നുണ്ട്, കൂടുതൽ അതിൽ ഇടപെട്ട് സംസാരിക്കുമ്പോൾ അവനെ റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെ കാണിക്കുന്നത് അവളുടെ ആ ഒരു ഡിസിപ്ലിൻഡ് വുമൻ ആണെന്ന് പറയുന്നുണ്ട്. തൻ്റെ മക്കളുടെ റൂഡ്നെസ്സും ഡിസൊബീഡിയൻസും ഒന്നും അവർക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല എന്നതാണ്. പിന്നെ പാപ്പ നൂനുക്കോ ഏജ്ഡ് ഫാദറാണ്, ആരുടെ, യുജിനയുടെയും ഇഫോമയുടെയും. പക്ഷേ അവൻ്റെ സൺ കൺസിഡർ ചെയ്തത് അദ്ദേഹത്തെ ഒരു ഹീത്തനായിട്ടാണ് അല്ലേ. എന്ന് പറഞ്ഞാൽ ഒരുപാട് ട്രഡീഷണൽ ബിലീവ് ചെയ്യുന്ന ഒരു അവിശ്വാസിയായിട്ടൊക്കെ ആയിരുന്നു അദ്ദേഹത്തെ കൺസിഡർ ചെയ്തത്.
പിന്നെയോ ഇഫോമ കൺസിഡർ ഹിം ആസ് എ ട്രഡീഷണൽ നോട്ട് പാഗൻ. പക്ഷേ ഇഫോമ അദ്ദേഹത്തെ കൺസിഡർ ചെയ്തത് ഒരു ട്രഡീഷണൽ ബിലീഫറായിട്ടാണ്, അല്ലാതെ ഒരു പാഗൺ ബിലീഫറല്ല, വിഗ്രഹ ആരാധന നടത്തുന്ന ഒരാളായിട്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഷീ ഗിവ്സ് ദ ബെസ്റ്റ് ദാറ്റ് ഷീ ക്യാൻ. ആൻഡ് അദ്ദേഹം എന്ന് പറയുന്ന ഒരു അപ്രിഷ്യേറ്റീവ് പേഴ്സൺ ആണെന്നും ഫാമിലി അക്സെപ്റ്റ് ദ സ്ലിം നോട്ട് സെൻറ്റ് ഹിം ബൈ ഹിസ് റിച്ച് സൺ. അദ്ദേഹം ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല, തൻ്റെ മകൻ റിച്ച് ആയിട്ടുള്ള തൻ്റെ മകൻ തന്നെ ആക്സെപ്റ്റ് ചെയ്യാത്തതൊക്കെ അദ്ദേഹം വളരെ കൂളായിക്കൊണ്ടായിരുന്നു ഒക്കെ എന്ത് ചെയ്തത്, ആക്സെപ്റ്റ് ചെയ്തത്. യൂജിനെ തന്നെ കെയർ ചെയ്തില്ലെങ്കിലും എപ്പോഴും അദ്ദേഹം പ്രാർത്ഥിക്കാറ് എന്തിനായിരുന്നു, യൂജിനയുടെ വെൽബീയിങ്ങിനും അവൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയായിരുന്നു. അദ്ദേഹം വെരി കൈൻഡ് ആയിരുന്നു. തൻ്റെ ഗ്രാൻഡ് ചിൽഡ്രനോട് അദ്ദേഹം വളരെ എന്തായിരുന്നു, ലവിങ് ആയിരുന്നു. അവരൊക്കെ മീൽസിനൊക്കെ അദ്ദേഹം എന്ത് ചെയ്യാറുണ്ട്, ഇൻവൈറ്റ് ചെയ്യാറുണ്ടെന്നും എവൻ തോ ഹി നോ വെരി വെൽ ദാറ്റ് ദേ വിൽ നോട്ട് ഈച്ച്, അല്ലേ, കാമ്പിളിയും ജാജയുന്നത് ഭക്ഷണം കഴിക്കില്ലെന്ന് അറിഞ്ഞിട്ട് പോലും അവരൊക്കെ എന്ത് ചെയ്യാറുണ്ട്, സന്തോഷപൂർവ്വം അദ്ദേഹം ഇൻവൈറ്റ് ചെയ്യാറുണ്ട്. പിന്നെ അദ്ദേഹം സോഫ്റ്റ് ഡ്രിങ്ക് ഒക്കെ അവർക്ക് വാങ്ങിക്കൊടുക്കുന്നതൊക്കെ അദ്ദേഹത്തിൻ്റെ സ്നേഹമാണ്, അല്ലേ. പിന്നെയോ അദ്ദേഹം വളരെ ഹ്യൂമറിസ്റ്റിക് ആയിരുന്നു, ഹ്യൂമറായിട്ടുള്ളൊരു ക്യാരക്ടറായിരുന്നു. പിന്നെയോ ഹി ഓൾവേസ് ട്രൈസ് ടു മേക്ക് കംഫർട്ട് അറൗണ്ട് ഹിം, ദ പീപ്പിൾ അറൗണ്ട് ഹിം മേക്ക് ദം കംഫർട്ടാണ്. തൻ്റെ ഒപ്പമുള്ളവരെ കംഫർട്ടാക്കാൻ വേണ്ടി അദ്ദേഹം എന്ത് ചെയ്യാറുണ്ട്, വളരെ ശ്രദ്ധിക്കാറുണ്ട്. അദ്ദേഹം ഒരു ഫ്ലാറ്റ് ക്യാരക്ടറാണ്. ഓക്കെ.